ഹായ് ഓൾ, ഡോക്ടർ ആഷിഖാണ് ഫ്രം ബാട്ടിയ കാലിക്കറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം നീറ്റ് MDSൻ്റെ അപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ പ്രോസ്പെക്ടസും ഔട്ടായിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യാനുള്ള സമയവും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ എലിജിബിലിറ്റി, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്, ക്രൈറ്റീരിയാസ്, അതുപോലെ തന്നെ വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു വീഡിയോയിൽ ക്വിക്കായിട്ട് നോക്കുന്നുണ്ടാവുക. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാതൊരു ട്വിസ്റ്റും ടെൻഡേറ്റീവ് നോട്ടിഫിക്കേഷൻ വന്ന് ബേസ് ചെയ്തിട്ട് ഉണ്ടായിട്ടില്ല. മെയ് 2 തന്നെ ആയിരുന്നു ടെൻഡേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നത്. ടെൻഡേറ്റീവ് ബേസ് ചെയ്തിട്ട് തന്നെ മെയ് 2 തന്നെയാണ് നമ്മൾ എക്സാം നടക്കുക. മാർച്ച് 14 3 മണി തൊട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും സ്റ്റുഡൻസിന് അവരുടെ ആപ്ലിക്കേഷൻസ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓൾസോ ടെസ്റ്റ് സെൻറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടും പുതിയതായിട്ടുള്ള യാതൊരു ചേഞ്ചും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. സോ നമുക്ക് ക്വിക്കായിട്ട് വീഡിയോയിലോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്നുള്ളത്. നമുക്കൊന്ന് ക്വിക്കായിട്ട് പോയി നോക്കാം. ഫസ്റ്റത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എക്സാം ഡേറ്റ് ആണ്. എക്സാം ഡേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മെയ് 2 തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. സോ അതിൽ യാതൊരു കൺഫ്യൂഷൻസും ആർക്കും വരേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. മെയ് 2 നമ്മൾ എക്സാം നടക്കുന്നുണ്ടാവുക. അപ്ലിക്കേഷൻ ഡേറ്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് 14 തീയതി, നേരത്തെ പറഞ്ഞത് തന്നെ 14 മാർച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് 3 മണി തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് തന്നെ 30 മാർച്ച് 11:55 വരെയാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും സ്റ്റുഡൻസിന് അവരുടെ ആപ്ലിക്കേഷൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഡേറ്റ് വരെ ഒന്നും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രോസ്പെക്ട് വായിച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള കഫേയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 14 സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻസ് 1-2 ദിവസം എടുത്ത് പ്രോസ്പെക്ടസ് അവൈലബിൾ ആയി ഇത് വായിച്ച് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു BDS ഡിഗ്രി ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോളേജിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രൈം ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഇൻറ്റേൺസിനെ സംബന്ധിച്ച് ഒരു കാര്യമാണ്. നിങ്ങൾ ഇൻറ്റേൺസിനെ സംബന്ധിച്ച് അവരുടെ കംപ്ലീറ്റ് റൊട്ടൻഷ്യറി ഇൻറ്റേൺഷിപ്പ്, അതായത് CRRA എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, അവർ 12 മാസം കംപ്ലീറ്റ് ആവണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ പെർമനൻറ്റോ അല്ലെങ്കിൽ പ്രൊവിഷനോ ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് സ്റ്റേറ്റ് അല്ലെങ്കിൽ DCI റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു അണ്ടറിൽ ആയിട്ടുള്ള ഒരു കോളേജ് ആവണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പെർമനൻ്റ് ഓർ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ വേണം. ഓൾസോ നിങ്ങൾ 12 മാസത്തെ ഇൻറ്റേൺഷിപ്പ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇൻറ്റേൺഷിപ്പിലോട്ട് വരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് കട്ട് ഓഫ് ഡേറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇൻറ്റേൺ ആണ്, നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത ഇൻറ്റേൺ ആണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് 31 മെയ്യിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആവണം എന്നുള്ളതാണ് അവിടുത്തെ റൂൾ. സോ 31 ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആവുന്ന എല്ലാ ഇൻറ്റേൺ സ്റ്റുഡൻസിനും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു നീറ്റ് MDS അപ്ലിക്കേഷൻസിൽ പങ്കെടുക്കാനും എക്സാം എഴുതാനും വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻറ്റേൺ ആണ്, നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് 31 കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു പ്രോസസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ അതനുസരിച്ച് നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പും ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് CRRA സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന സമയത്ത് എക്സാം സെൻറ്റേഴ്സ് ആണ്. ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത്തവണ എക്സാം സെൻറ്റേഴ്സിൽ കുറച്ചധികം എക്സാം സെൻറ്റേഴ്സ് വന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ അവൈലബിൾ ആണ്, കണ്ണൂരിൽ അവൈലബിൾ ആണ്, കൊല്ലം അവൈലബിൾ ആണ്, കോട്ടയം അവൈലബിൾ ആണ്, കോഴിക്കോട് അവൈലബിൾ ആണ്, മലപ്പുറം അവൈലബിൾ ആണ്, ട്രിവാൻഡ്രം, തൃശ്ശൂർ അവൈലബിൾ ആണ്. ടോട്ടൽ 8 സെൻറ്റേഴ്സിൽ കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് നീറ്റ് MDS എക്സാംസ് നടക്കുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ സെൻറ്റർ അലോക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതി ബേസ് ചെയ്തിട്ടാണ്. തീർച്ചയായിട്ടും ആരാണോ ആദ്യം അപ്ലൈ ചെയ്യുന്നത് അവർക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് കിട്ടുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി നിങ്ങൾ ലേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വേറെ സ്റ്റേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. സോ അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ ആദ്യം തന്നെ അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. എക്സാം പാറ്റേണും സ്ട്രക്ചറും നമുക്ക് ഒരു ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം 240 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇംഗ്ലീഷിലാണ് എക്സാംസ് നടക്കുന്നുണ്ടാവുക. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെ നിന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. 3 മണിക്കൂറാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. അതായത് ടോട്ടൽ 180 മിനിറ്റ്സ് ആണ് എക്സാം ഉണ്ടാവുക. എക്സാം 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് A ആൻഡ് പാർട്ട് B. പാർട്ട് എയിൽ മെഡിക്കൽ സബ്ജക്ട്സും പാർട്ട് ബിയിൽ ഡെൻ്റൽ സബ്ജക്ട്സും ആണ് ഉണ്ടാവുക. പാർട്ട് A 100 ക്വസ്റ്റ്യൻസ് അടങ്ങിയ 75 മിനിറ്റ് ഉണ്ടാവുന്ന എക്സാംസ് ആണ് പാർട്ട് എയിൽ നടക്കുന്നുണ്ടാവുക. പാർട്ട് ബിയിൽ 140 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 105 മിനിറ്റാണ് കുട്ടികൾക്ക് ആ ഒരു പാർട്ട് ബി സെഷൻസ് എഴുതാനുള്ള സമയം ഉണ്ടാവുക എന്നുള്ളതാണ്.
ഒരു ക്രൂഷ്യലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ട് എ ഫസ്റ്റ് നിങ്ങൾ പാർട്ട് എ എക്സാമാണ് എഴുതുന്നുണ്ടാവുക. പാർട്ട് എ ടൈം അപ്പ് ആയി, അതായത് 75 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പാർട്ട് എയിലോട്ട് തിരിച്ച് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. പാർട്ട് ബിയിലോട്ടാണ് നിങ്ങൾ കിടക്കുന്നുണ്ടാവുക. സോ പാർട്ട് എ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞതിന് ശേഷം പാർട്ട് ബിയിലോട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കിടക്കുന്നുണ്ടാവും. അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂള്. സോ വളരെ ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ 3 അവർ എക്സാമാണ് ഉണ്ടാവുക. അത് പാർട്ട് എ ആൻഡ് പാർട്ട് ബി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് എ 75 മിനിറ്റ് മെഡിക്കൽ സബ്ജക്ട്സ് അടങ്ങിയ എക്സാമാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യനാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, പാർട്ട് എയിൽ അവൈലബിൾ ആവുന്നുണ്ടാവുക. പാർട്ട് ബിയിൽ നിങ്ങൾക്ക് 105 മിനിറ്റ് 140 ക്വസ്റ്റ്യൻ, അങ്ങനെ 240 ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റുഡൻസിന് അവൈലബിൾ ഉണ്ടാവുക. സ്കോറിംഗ് സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ക്വസ്റ്റ്യന് +4 എന്നുള്ള മാർക്കും ഒരു ക്വസ്റ്റ്യൻ റോങ് ആയി കഴിഞ്ഞാൽ -1 എന്നുള്ള മാർക്കുമാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, സ്റ്റുഡൻസിന് ഉണ്ടാവുന്നുണ്ടാവുക. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ടാവും, ഫൈനലി എൻഡ് ആവുന്ന സമയത്ത്, പേപ്പർ എൻഡ് ആവുന്ന സമയത്ത് അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്കോറിംഗ് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് ശരിയാണെങ്കിൽ +4ഉം തെറ്റാണെങ്കിൽ -1 എന്നുള്ള മാർക്കിലോട്ട് പോകുന്നുണ്ട്. അൺഅറ്റൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് 0 മാർക്കാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, അവൈലബിൾ ആവുന്നുണ്ടാവും. ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ള ID കാർഡ്, പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഇത് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിൽ കരുതുക എന്നുള്ള സാധനമാണ്. നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡി ആയിരിക്കണം. ഒരു നിശ്ചിത ടൈം സ്പാനിലാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുക. ആ ടൈം സ്പാനിൽ ഇതെല്ലാം എൻ്റർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെല്ലാം ഫൈനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സോ അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ആധാർ, പാൻ അല്ലെങ്കിൽ പാസ്പോർട്ട് രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ID കാർഡ്സ് നിങ്ങളുടെ കയ്യിൽ വേണം. BDSൻ്റെ സർട്ടിഫിക്കറ്റ്സ് വേണം. അതിൽ തന്നെ BDS ഡിഗ്രി ഒരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും എല്ലാ വർഷത്തെയും മാർക്ക് ലിസ്റ്റ് അവിടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്, ഇൻറ്റേൺഷിപ്പ് എൻഡ് ചെയ്യുന്ന ഡേറ്റ്, അങ്ങനത്തെ രീതിയിലുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് അതിൽ ആഡ് ചെയ്യാനുണ്ട്. ഓൾസോ എല്ലാ വർഷത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കുകൾ എന്ത് ചെയ്യാനുണ്ട്, അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് റെഡി ആണ്. പിന്നെ നിങ്ങളെ സ്റ്റേറ്റ് ഡെൻ്റൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആവശ്യമുണ്ട്. ഓൾസോ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ്. ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഡേറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അത് ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർ അതനുസരിച്ച് അത് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ ആണ്. ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 2 രീതിയിലുള്ള ഫോട്ടോ ആവശ്യമാണ്. ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങൾ ഓൾറെഡി എടുക്കേണ്ടത്. ആ ഒരു സമയത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പെക്സോ അല്ലെങ്കിൽ അത് പ്രത്യേകം പറയുന്നത് സ്പെക്സോ, ക്യാപ്സോ അല്ലെങ്കിൽ സെൽഫീസോ അങ്ങനത്തെ രീതിയിലുള്ള ഫോട്ടോസ് ഒന്നും എടുക്കരുത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫോട്ടോസ് എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കുക. പിന്നെ ഒന്ന് ലൈവായിട്ട് നിങ്ങൾ എക്സാം ടൈമിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ലൈവ് ഫോട്ടോയാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഫോർമൽ ഡ്രസ്സിൽ എടുക്കേണ്ട ഒരു ഫോട്ടോയാണ്. അത് നിങ്ങളുടെ കയ്യിൽ അവിടുന്ന് എടുക്കാൻ പാകത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറാവുക എന്നുള്ളതാണ്. സ്കാൻഡ് ഫോട്ടോ, റീസെൻറ്റ് കളർ ഫോട്ടോ, ലാസ്റ്റ് 3 മന്ത്സിൽ എടുത്ത ഒരു റീസെൻറ്റ് കളർ ഫോട്ടോയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം അത്. 70 to 80% ഫേസ് കവറേജ് അതിന് ആവശ്യമുണ്ടെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. JPG എന്നുള്ള ഫോർമാറ്റിൽ <80 KB എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് അപ്ലോഡ് വരുന്ന സമയത്ത് സിഗ്നേച്ചർ ആൻഡ് തമ്പ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാണ്ട്. സിഗ്നേച്ചർ ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഇങ്ക് വൈറ്റ് പേപ്പറിലാണ് നിങ്ങൾ സിഗ്നേച്ചർ ഇടുന്നത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് തന്നെ അത് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബോക്സിൽ വൈറ്റ് ഓർ ബ്ലാക്ക് ഇങ്കിലാണ് അത് ചെയ്യേണ്ടത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സോ ഇത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ അപ്ലോഡിങ് നടത്തേണ്ടതെന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എഡിറ്റ് വിൻഡോ, ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് April 4th തൊട്ട് 6th വരെ നിങ്ങൾക്ക് എഡിറ്റ് വിൻഡോ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അക്കാഡമിക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻറ്റേൺഷിപ്പ് ഡേറ്റ്സ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാറ്റഗറി ആൻഡ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ടിക്ക് ചെയ്ത് പോകുന്ന ഒരു ആവശ്യകതയാണ് ഉള്ളൂ. അല്ലാണ്ട് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ കാറ്റഗറി ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ ടിക്ക് ചെയ്ത് പോയാൽ മതി. അത് ഒരിക്കലും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയാക്കി വെക്കുക. നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ റിസർവേഷൻസോ ആ കാര്യം ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അക്കാഡമിക് ഡീറ്റെയിൽസ്, ഇൻറ്റേൺഷിപ്പ് ഡേറ്റ്സ് ആൻഡ് കാറ്റഗറി ആൻഡ് ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. നോൺ എഡിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ നെയിം, നാഷണാലിറ്റി, ഇമെയിൽ നമ്പർ, മൊബൈൽ, ആധാർ ആൻഡ് ടെസ്റ്റ്. ഇത്രയും 5 കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തിനു വേണ്ടി പറ്റുക, എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ക്രൂഷ്യലായിട്ട് നോക്കേണ്ട ഈ ഒരു കാര്യങ്ങൾ എപ്പോഴും ക്രൂഷ്യലായിട്ട് തന്നെ നോക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫൈനൽ കറക്ഷൻ വിൻഡോ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക 21 April തൊട്ട് 22
ഏപ്രിൽ വരെയാണ്. അത് നിങ്ങളെ ഇമേജസ് ആൻഡ് നിങ്ങളെ സയൻസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൂടിയായിരിക്കും അതെന്നുള്ളതാണ്. സോ ഇതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഏതൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നോക്കിയിട്ട് തന്നെ ചെയ്യുക. ഓൾസോ നിങ്ങൾ എഡിറ്റ് വിൻഡോനെ കുറിച്ച് നല്ലൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുക. ഏപ്രിൽ 4th തൊട്ട് ഏപ്രിൽ 6th വരെയാണ് എഡിറ്റ് വിൻഡോ ഉണ്ടാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെയിലിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ എഡിറ്റ് വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓൾസോ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ കറക്ഷൻസ് വരുന്ന സമയം എന്ന് പറയുന്നത് 21 to 22. നിങ്ങൾ ഫോട്ടോയിലോ തമ്പിലോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ്. ഫൈനലായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്മാൾ മിസ്റ്റേക്സ് ഉണ്ടാവും. ഈ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സ്മോൾ മിസ്റ്റേക്സുകളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾസോ നമ്മളെ ടൈം ലൈൻ ഒന്നും കൂടി നമുക്ക് നോക്കാം. നമ്മൾ അഡ്മിറ്റ് കാർഡ് വരുന്നുണ്ടാവുക ഈ 29th ഏപ്രിലായിരിക്കും. എക്സാം May 2 ആവും. ഫൈനലായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫോംസ് ഫില്ല് ചെയ്യുന്നത് വളരെ ഹരിബരിയായിട്ട് ചെയ്യേണ്ട, ഭയങ്കര പാനിക്കായിട്ട് അല്ലെങ്കിൽ കുറേ കൺസേൺസ് ഒക്കെ ആലോചിച്ച് ചെയ്യേണ്ടത് വളരെ കാമായിട്ട് നല്ല വൈഫൈ ഉള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു സെൻറ്ററിൽ പോയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പറയാനുള്ളത്, എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് എക്സാമിന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ടെസ്റ്റ് സെൻറ്റർ ഫൈനലൈസ് ആക്കുക എന്നുള്ളത്. May 2 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. സോ പ്രിപ്പറേഷൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പുതിയ കാര്യങ്ങളോ പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ടെൻഷൻസോ ഒന്നും നിങ്ങൾ പ്രിപ്പറേഷൻസിൽ ആവശ്യമില്ല. വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ടൈം അലോക്കേറ്റ് ചെയ്ത് എല്ലാ ഡോക്യുമെൻറ്റ്സും റെഡി ആക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻസ് രജിസ്റ്റർ ചെയ്യാന്നുള്ള കാര്യമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. സോ ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ താഴെ യൂട്യൂബ് കമൻ്റായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.